അസസ്മെൻറ്റ് 2025-26 മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം 1 നോക്കാം. വായിക്കാം, എഴുതാം. സിയുടെ ഡയറിയാണ് തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മറക്കാനേ കഴിയില്ല. മുത്തശ്ശിയോടൊപ്പമാണ് സ്കൂളിലേക്ക് പോയത്. പാടവരമ്പിലൂടെയായിരുന്നു യാത്ര. പച്ച വിരിച്ച പാടം, ചെറുകാറ്റിൽ ഇളകിയാടുന്ന നെൽക്കതിർ, തത്തക്കൂട്ടം, കതിർമണി കൊത്തി പറന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. കളകളം പാടിയൊഴുകുന്ന അരുവി, പാട്ടിനൊപ്പം നൃത്തം ചെയ്ത് നീന്തി തുടിക്കുന്ന ചെറുമീനുകൾ. അവരോട് വിശേഷങ്ങൾ പറയുക പതിവായിരുന്നു. എന്നാൽ ഇന്നത്തെ കാഴ്ച എൻ്റെ കണ്ണു നിറച്ചു. ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു. ഒരു പുൽനാമ്പ് ഒടിച്ചു ഞാൻ നീരൊഴുക്കിലേക്കിട്ടു. അവർ ഒരുമയോടെ വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. മുത്തശ്ശി പറഞ്ഞു. ആരോ വിഷമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത്രേ. പാവം മീൻകുഞ്ഞുങ്ങൾ. മനുഷ്യൻ്റെ ലാഭക്കുതിയിൽ എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് എന്തേ അവർ ഓർക്കുന്നില്ല? സിയുടെ ഡയറി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കി അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളൊക്കെ നശിച്ചു പോകുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മഞ്ഞിൽ കുളിച്ചു നിന്നതാര്? നെൽച്ചെടി, ചെറുമീൻ, പുൽനാമ്പ്, തത്തക്കുട്ടം. ആരാണ്? ഓപ്ഷൻ സി, പുൽനാമ്പാണ്. ജലം എന്ന പദത്തിന് പകരം പ്രയോഗിച്ച വാക്ക് ഏതാണ്? ജലം, നീര് എന്നാണ് ഉത്തരം. സി, ഇന്നത്തെ കാഴ്ച എൻ്റെ കണ്ണ് നിറച്ചു. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം. കണ്ണ് നിറയിക്കുക എന്താണ്? സങ്കടം വരികയാണ് അല്ലേ. കരഞ്ഞു, അപ്പോൾ സങ്കടം. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പയ്യെ പയ്യെ എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ പതുക്കെ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഈ മീനുകൾക്ക് ജീവനില്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്യം എന്ത്? ഇതാണ്. ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു. അതായത് മീനൊക്കെ മരിച്ച് പോയി എന്നാണ് അതിനർത്ഥം. ഇനി പ്രവർത്തനം 2 നമുക്ക് നോക്കാം. എന്താണ്? സിയ കണ്ട കാഴ്ച. സ്കൂൾ വിട്ട് വരുമ്പോൾ സിയ കണ്ട കാഴ്ചയാണ് ചുവടെയുള്ളത് അല്ലേ. എന്തൊക്കെയാണ്? ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട 2 ചൊല്ലുകൾ എഴുതുക. അപ്പോൾ ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചൊല്ലുകളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. പിന്നെ ചിത്രത്തിൽ കാണുന്ന കൃഷി ഉപകരണങ്ങളുടെ പേര് എഴുതുക. എന്തൊക്കെ കൃഷി ഉപകരണങ്ങളുണ്ട്? കൈക്കോട്ട്, അരിവാള്, മുറം അല്ലേ, ട്രാക്ടർ, പിന്നെ നിലം ഒഴുകുന്ന അല്ലേ, ഇതൊക്കെ ഉണ്ട് അല്ലേ. വെള്ളം തേവുന്ന മെഷീൻ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതുക. ഇനി പ്രവർത്തനം 3 വായിക്കാം, രസിക്കാം. സിയ എഴുതിയ മഴക്കാല അനുഭവം വായിക്കൂ. ആകാശം കോരിച്ചൊരുകയാണ്. വീട് തണുത്തു വിറച്ചു. മുറ്റം പുഴയായി. കുട്ടികൾ കടലാസ് തോണി ഒഴുക്കി. തോണി വെള്ളത്തിനൊപ്പം യാത്ര തുടങ്ങി. മുറ്റത്തെ ചെടികളും മരങ്ങളും കൈവീശി ശുഭയാത്ര നേർന്നു. സിയുടെ മഴക്കാല അനുഭവങ്ങൾ വായിച്ചല്ലോ. ഈ മഴക്കാഴ്ചകൾ വരച്ച് നിറം നൽകൂ. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ വരയ്ക്കണം? ഒരാകാശം വരയ്ക്കണം. പിന്നെ എന്താണ്? അവിടെ നിന്ന് മഴ പെയ്യുന്നതായിട്ട് കാണിക്കണം. വീട് വരച്ചിരിക്കണം. പിന്നെ മുറ്റത്ത് നിറയെ വെള്ളമുള്ള പോലെ വരയ്ക്കണം. പിന്നെ കുറച്ച് കുട്ടികൾ കടലാസ് തോണി ഒഴുക്കി കളിക്കുന്ന ഇത് കാണിക്കണം. പിന്നെ മുറ്റത്തെ ചെടികൾ മരങ്ങളെയൊക്കെ വരച്ച് നിറം നൽകാനാണ് പറഞ്ഞത്. ഇനി പ്രവർത്തനം 4 നമുക്ക് നോക്കാം. 2 എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ചിത്രരചനാ മത്സരത്തിന് സിയ വരച്ച ചിത്രം നോക്കൂ. ഇല്ലേ, ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കൂ. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഒരു വഞ്ചിയിൽ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നതുണ്ട്. കുട്ടികൾ എന്താണ് പട്ടം പറത്തി കളിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടൊരു ബീച്ചിൻ്റെ സൈഡ് പോലെ ഉണ്ട് അല്ലേ. പിന്നെ എന്താണ് പുഴയോരം പോലെ ഉണ്ട് അല്ലേ. പിന്നെ പട്ടം പറത്തി കളിക്കുന്നു. ആകാശത്ത് കുറേ കാക്കകൾ പറക്കുന്നു. പിന്നെ ഒരു കരിക്ക് വിൽക്കുന്ന ഒരാൾ കരിക്ക് വെട്ടി കൊടുക്കുന്നു. ഐസ്ക്രീം വിൽപ്പനക്കാരനുണ്ട്. കുറേ കുട്ടികളല്ലേ. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടൊരു വിവരണം ഇതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വരികൾ കൂട്ടിച്ചേർക്കാം. താൻ വരച്ച ചിത്രം കണ്ടപ്പോൾ സിയയ്ക്ക് അതിനെക്കുറിച്ച് ഒരു പാട്ട് പാടാൻ തോന്നി. പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതിച്ചേർക്കുക. പട്ടം കണ്ടൊരു കാഴ്ചകളൊക്കെ എന്തൊരു രസമാണ്. കടലും കടലിലെ തിരമാലകളും കരയെ പുൽകുന്നേ. അപ്പോൾ പട്ടത്തെക്കുറിച്ച് അവിടെ എഴുതിയാണ് അല്ലേ. അപ്പോൾ കടലും കടലിലെ തിരമാലകളും കരയെ പുൽകുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അവിടെ വഞ്ചിയിൽ പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വഞ്ചിയിൽ പോകുന്ന രീതിയിലൊക്കെ പിന്നെ എന്തൊക്കെ കണ്ടു? വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോകുന്നതും പിന്നെ അതൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 2 കവിതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം 5 നമുക്ക് നോക്കാം.
എന്താണ് ക്രിസ്മസിന് കുടുംബത്തോടൊപ്പം സിയ ഒരു യാത്ര പോകുന്നുണ്ട്. പുഴയും വെള്ളച്ചാട്ടങ്ങളുമുള്ള പ്രകൃതിസുന്ദരമായ ഒരിടത്തേക്കാണ് യാത്ര. യാത്രയിൽ കൂട്ടുകാരിയായ അനുവിനെയും കുടുംബത്തെയും കൂട്ടാൻ അവൾക്ക് മോഹം. അവളുടെ ഇഷ്ടത്തെ എല്ലാവരും അഭിനന്ദിച്ചു. അപ്പോൾ കത്ത് എഴുതുവാണ്. യാത്രയ്ക്ക് അനുവിനെയും കുടുംബത്തിനെയും ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതും. അപ്പോൾ ഇവിടെ ആരാണ് കത്ത് എഴുതുന്നത്? അനുവാണ് കത്ത് എഴുതുന്നത്. അവളുടെ ആർക്കാണ് അവൾ കത്ത് എഴുതുന്നത്? അല്ല, അനുവിനെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അനുവിനെയാണ് വിളിക്കുന്നത്. ആര് വിളിക്കുന്നത്? സിയ. അപ്പോൾ സിയ യാത്ര പോകുമ്പോൾ അനുവിനെയും അവളുടെ ഫാമിലിയെയും എന്താണ് ഇവരുടെ കൂടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്നതിന് ഒരു കത്ത്. അപ്പോൾ പ്രിയപ്പെട്ട അനുവിന് അല്ലേ, അപ്പോൾ കത്തയക്കുന്ന ആൾ സിയാണ്, നമ്മൾ എത്തേണ്ട ആളാരാണ്? അനുവാണ്. അപ്പോൾ അത് രണ്ടും കൊടുക്കുക. പിന്നെന്താണ്? പ്രിയപ്പെട്ട അനുവിന്, ഞങ്ങൾ നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് അല്ലേ. ക്രിസ്മസിന് ഈ വർഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നുണ്ട്. അവിടെ ഒരുപാട് പുഴയും വെള്ളച്ചാട്ടമൊക്കെയുള്ള പ്രകൃതിസുന്ദരമായ ഒരിടത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. നീയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നീയും നിൻ്റെ കുടുംബവും ഞങ്ങളുടെ കൂടെ വരണം. നിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ സിയ. അങ്ങനെ പറഞ്ഞിട്ടൊരു ചെറിയ കുഞ്ഞു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കഥ പൂർത്തിയാക്കാം. യാത്രക്കിടയിൽ മുത്തശ്ശി സിയയ്ക്കും അനുവിനും പറഞ്ഞു കൊടുത്ത കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കഥ പൂർത്തിയാക്കി കഥയ്ക്ക് തലക്കെട്ട് നൽകും. മനോഹരമായ ഒരു തടാകത്തിൻ്റെ തീരത്ത് ഒരു കൂട്ടം മാനുകൾ താമസിച്ചിരുന്നു. തടാകത്തിലെ വെള്ളം കുടിച്ചും നേരത്തെ പുല്ല് തിന്നും മാനുകൾ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. അങ്ങനെ ഒരിക്കൽ കുറേ ആനകൾ വെള്ളം കേടി തടാകക്കരയിലെത്തി. അപ്പോൾ ഈ കഥ പൂർത്തീകരിച്ചിട്ട് ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഥ പൂർത്തീകരിച്ചിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.